ഹലോ ഗെയ്സ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയനയ്ക്ക് ചന്തുമോളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കിരൺ ആദർശനോട് ചോദിക്കുന്നുണ്ട്, എടാ ഇനിയിപ്പം ഇതൊന്നും തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ, എല്ലാവരുടെയും കൂടെ ആ കുഞ്ഞങ്ങ് ജീവിച്ചോളുകയില്ലെന്ന്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നുള്ളത് കാര്യവും പിന്നെ ആരാണ് ഇതിനകത്ത് തെറ്റുകാരെന്നും അതെന്തിനാണ് എൻ്റെ മേളിൽ ചുമത്തിയെന്നുള്ള കാര്യവും അറിയണ്ടേന്ന് ചോദിക്കും. അപ്പോൾ നയന പറയുന്നുണ്ട്, ശരിയാണ് ആദർശേട്ടാ, നമുക്കത് അറിയുക തന്നെ വേണം എന്ന് പറയും. അന്നേരം അത് തീരുമാനിച്ചിട്ടാണ് അവരവിടുന്ന് പിരിയുന്നത്. ആദർശം നയനയും തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേന് ചന്തുമോള് ഹാളിലിരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്, ഒറ്റയ്ക്കിരുന്ന് കളിക്കുക. അന്നേരത്തേന് നയനെ ചെന്ന് മോള് തന്നെ ഇരുന്നാണോ കളിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം പേടിച്ചാണ് കുട്ടി ആദർശനെ നോക്കുന്നത്. അങ്കിളിനെ നോക്കി പേടിക്കൊന്നും വേണ്ട കേട്ടോ, പാവമാണേ, സ്നേഹിക്കാൻ തുടങ്ങിയാൽ കഴിഞ്ഞാൽ പിന്നെ നല്ല സ്നേഹമാണ് എന്നൊക്കെ ആദർശനെ കുറിച്ച് കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നയന. അന്നേരത്തേന് ആദർശേട്ടാ ഒന്ന് കുഞ്ഞിനെ എടുക്കുന്നൊന്നും പറയുന്നുണ്ട് നയന. അന്നേരത്തേന് എടുക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം താമസിയാതെ കെട്ടിക്കാറാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശ് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരത്തേന് ഉടനെ അങ്ങോട്ട് ഇറങ്ങി വരുന്ന അഭി പറയുന്നുണ്ട്, എന്താ ആദർശേട്ടാ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ, അതിനെ ഒന്ന് എടുത്ത് താലോലിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ വല്ല കുഴപ്പം നിനക്ക് തോന്നുന്നുണ്ടല്ലേ, നീ എടുത്തങ്ങ് താലോലിക്കെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആദർശ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരത്തേന് നയന കുഞ്ഞിനോട് താലോലിക്കുന്നതൊക്കെ അഭി നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയും, മോൾ സങ്കടപ്പെടണ്ട കേട്ടോ, ഞാൻ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേന് മോൾക്ക് കളിപ്പാട്ടം എല്ലാം മേടിച്ചുകൊണ്ട് വരാം, എൻ്റെ കൂടെ പുറത്ത് വരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് നയന ചോദിക്കും, അഭിയുടെ കൂടെ പോകുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞിനോട്. ഇല്ലെന്ന് കുഞ്ഞും പറയും. അന്നേരത്തേന് നയന പിന്നെ കുഞ്ഞിനെ ഇരുന്ന് കളിപ്പിക്കുകയാണ്. അഭി പുറത്തേക്ക് അങ്ങ് പോകും. അന്നേരം നയന കുഞ്ഞിനോട് ചോദിക്കും, മോള് വീട്ടിലായിരുന്ന സമയത്ത് അമ്മ മോളോട് അഭി എന്നോ ആദർശെന്നോ വല്ലതും പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് കുഞ്ഞ് പറയും. വേറെ ആരുടെയും പേര് പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ലെന്ന് പറയും. ഇതെല്ലാം പുറത്ത് നിന്ന് അഭി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേന് നയന കുഞ്ഞിനോട് പറയും, എന്ത് ചോദിച്ചാലും ഇല്ലെന്നേ പറയത്തുള്ളൂ, കളിപ്പെണ്ണെന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കുകയാണ് ആ കുഞ്ഞിനെ. അതൊക്കെ കണ്ടുകൊണ്ടാണ് അഭി ഇറങ്ങി പോകുന്നത്. ആദർശം നയനയും കൂട്ടി മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. മുത്തശ്ശ, എൻ്റെ എല്ലാ ടെൻഷനും മാറി, ഇപ്പം എനിക്കൊരു പ്രോബ്ലം ഇല്ലെന്നൊക്കെ പറയും. ഞാൻ എല്ലാ കാര്യങ്ങളും നയനയോട് തുറന്ന് പറയുന്നെന്നും പറയുന്നുണ്ട്. അപ്പം നയന പറയും, എനിക്ക് ഇതിലൊന്നും ഒരു പ്രശ്നമില്ല മുത്തശ്ശ, ഈ കാര്യങ്ങൾ എല്ലാം എന്നോട് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. മുത്തശ്ശനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് എന്തെങ്കിലും മുത്തശ്ശിയോട് പറഞ്ഞാൽ മുത്തശ്ശി വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയുള്ളൂ, ആദർശേട്ടനെ എനിക്ക് വിശ്വാസമാണ്, അദ്ദേഹത്തെക്കുറിച്ച് ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ അവിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയും. അന്നേരത്തേനും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതൊക്കെ ആദ്യമേ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ മോൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്ന കാരണമാണെന്ന് പറയും. ഞാൻ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നേ ഇല്ല, എനിക്കിപ്പം ചന്തുമോളെ ഭയങ്കര ഇഷ്ടമാണ്, അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചന്തുമോളെ ഞാൻ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ ചന്തുമോൾ എന്തായാലും ഇനി ഇവിടുന്ന് പോകത്തില്ല, ആ കുട്ടി ഇവിടെ തന്നെ വളരുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മോളെ ഞാൻ നിന്നെ തന്നെ ഈ വീടിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത്, നീ നല്ല പക്വതയോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നയന പറയും, ഇതൊക്കെ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ആദർശത്തിന് വരത്തില്ലായിരുന്നല്ലോ മുത്തശ്ശ എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നയന അങ്ങ് പോകും. അപ്പം ആദർശനോട് മുത്തശ്ശൻ പറയും, നീ ഭാഗ്യവാനാടാ, നിന്നെ മനസ്സിലാക്കുന്ന നല്ലൊരു ഭാര്യയെ തന്നെ നിനക്ക് കിട്ടിയല്ലോ എന്ന്, ആ ഒരു നന്ദിയും കടപ്പാടും എന്നും എനിക്ക് അവളോടുണ്ടായിരിക്കും മുത്തശ്ശ എന്ന് ആദർശം പറയും. പിന്നീട് ആദർശം നയനയും കൂടെ അനിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, എന്തെടുക്കുകടാ, കവിത എഴുതുകയാണോ, ഇപ്പം നിനക്ക് വിരഹത്തിൻ്റെ കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടല്ലോ എന്നൊക്കെ പറയും. എനിക്കിപ്പോൾ എഴുതാനേ ഉള്ളൂ എന്നൊക്കെ അനിയും പറയുന്നുണ്ട്. എന്തായാലും നിൻ്റെ പിണക്കമൊക്കെ തീർക്കാൻ വേണ്ടി ഇന്ന് നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അണ്ണ ചോദിക്കും, എന്താ ഇതെന്ന് ചോദിക്കും. പറയും, ഒരു വാച്ചാന്ന് പറയും. അതിന് എൻ്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ എന്ന് പറയും. എന്നാലും ഞാൻ നിന്നോട് ഒരുപാട് പരുഷമായി സംസാരിക്കുകയൊക്കെ ചെയ്ത് നിനക്ക് വിഷമമായി കാണുമല്ലോ, അതുകൊണ്ട് നിനക്കൊരു ഗിഫ്റ്റ് മേടിച്ചെന്നേ ഉള്ളെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആദർശേട്ടനെ ഞാൻ ചില വീഡിയോസൊക്കെ കാണിച്ചിരുന്നില്ലേ, അതിനനുസരിച്ച് ആദർശേട്ടൻ എൻ്റെ ഒപ്പം നിൽക്കുകയല്ലേ ചെയ്യേണ്ട, ഇവിടെ ആരോടും അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചു പോലും ഇല്ലല്ലോ ആദർശേട്ടൻ എന്ന് പറയും. അത് കാര്യം അങ്ങ് നീ വിട്, അതിനെക്കുറിച്ച് നീ ഇനി ആലോചിക്കുകയേ വേണ്ടെന്ന് പറയും. ഇടത്തെ കാണിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറയുന്നുണ്ടെങ്കിൽ പറയും, ഇനി അതൊന്നും കാണിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാച്ചൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് ആദർശം. എന്നിട്ട് പറയും, നീ ഇങ്ങനെ നന്ദുവിനെ വിളിക്കുകയും പറയുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അനാമികയായിട്ടുള്ളൊരു ജീവിതം ഇനി പറ്റത്തില്ല, അതുകൊണ്ട് അവളെ എങ്ങനെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരാൻ ആദർശമായിട്ട് ശ്രമിക്കണം എന്നൊക്കെ പറയും. നീ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നീ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛനെ മുത്തശ്ശിയൊക്കെ വിഷമിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോകുന്നുണ്ട്. അപ്പം നയനയോട് ചോദിക്കും, അനി ചോദിക്കും, അങ്ങനെ എൻ്റെ ആദർശേട്ടൻ്റെയും ഞാൻ കൊടുത്ത വീഡിയോ ഒക്കെ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. എനിക്കതൊന്നും കാണണ്ട, നീ അനാമികയുടെ കൂടെ ജീവിക്കുന്നതാണ് നല്ലത്, നന്ദുവിനെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല ഇടത്ത് ഇത് കാണണമെന്ന് പറഞ്ഞ് അനാമികയുടെ ആ വീഡിയോ കാണിക്കുകയാണ്. അത് കാണുമ്പോഴത്തേന് നയനെ അങ്ങ് വല്ലാതാകുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇനി ഇതൊക്കെ അങ്ങ്
തന്നേരെന്ന് പറഞ്ഞിട്ട് നയനി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങ് വിഷമമാവും. പിന്നീട് കാണിക്കുന്നത് നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പാണ്. അവിടെ ട്രെയിനറായിട്ട് നിൽക്കുന്ന പോലീസുകാരൻ നന്ദുവിനെ മാത്രം അങ്ങ് ഒരുപാട് എക്സസൈസൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ അതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അന്നേരം അത് കാണുമ്പോഴത്തേന് കൂട്ടുകാരിക്ക് മനസ്സിൽ എന്തൊക്കെയോ ദേഷ്യം വരുന്നതായിട്ട് ആ പോലീസുകാരന് മനസ്സിലാവും. അയാൾ അടുത്ത് വന്നിരിക്കും, നീ ഇവളുടെ റൂംമേറ്റ് അല്ലേ, അപ്പം നിനക്ക് ബുദ്ധിമുട്ടൊക്കെ കാണുമല്ലോ, അതിനുള്ള വേറെ പണിഷ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെയും 10 റൗണ്ട് ഓടിയിട്ട് വരാനൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. ഇതെല്ലാം ഷൂട്ട് ചെയ്തത് വേണുവിന് അയച്ചു കൊടുക്കുന്നുണ്ട് ആ പോലീസുകാരൻ. അന്നേരത്തേന് അതെല്ലാം കണ്ടു കഴിയുമ്പം വേണുവിനും രേവതിക്കും എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരുന്ന അനാമികയും ഈ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. സാറ് കണ്ടോ, ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട് അവൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പരുവായിക്കൊള്ളും, അതിന് മുമ്പ് അവൾ അവിടെ നിന്ന് ചിലപ്പോൾ ഇനി പോരുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് വേണു. അപ്പം അനാമിക പറയും, അവൾ SI ആകാനുള്ള കഴിവുള്ള പെണ്ണൊക്കെ തന്നെയാണ്, പക്ഷേ അവൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടുന്നതുകൊണ്ട് മാത്രം അവളെ ഇങ്ങനെ ദ്രോഹിക്കേണ്ടി വരുന്നത്. ഇനി ഇതൊന്ന് എൻ്റെ ഫോണിലോട്ട് അയച്ചുതരിക, അവനെ ഒന്ന് കാണിച്ചേക്കാമെന്ന് പറയും. അന്നേരം പറയും, എൻ്റെ മോളെ അബദ്ധമൊന്നും കാണിക്കരുത്, അവനെങ്ങാനും അത് അവൻ്റെ മുത്തശ്ശനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പ്രശ്നമൊക്കെ ആകും, അതുകൊണ്ട് അബദ്ധമൊന്നും കാണിക്കേണ്ടെന്ന് പറയും. എന്നാൽ ഇത്രയൊക്കെ പീഡിപ്പിക്കുന്ന അയാളെ അവളെടുത്ത് തല്ലേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് അനാമിക പറയുന്നുണ്ട്. അതവക്കറിയാം, എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പോരാമെന്ന്, അല്ലാതെ SI സ്വപ്നമൊന്നും നടക്കത്തില്ലെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവളൊന്നും ചെയ്യാതിരിക്കുന്നത്. എന്നാലും അവളൊന്ന് തല്ലിയാൽ മതിയായിരുന്നു, ആ ഒരു വകയിൽ അവളിങ്ങി പുറത്ത് ചാടിയേനും എന്നൊക്കെ അനാമിക പറയുകയാണ്. നയന റൂമിലേക്ക് ചെല്ലുമ്പോൾ ആദർശ് ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്താ ആദർശേട്ടാ, ചന്തുമോളെക്കുറിച്ചാണോ ആലോചിക്കുന്നതൊക്കെ നയന ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, ഞാൻ അനിയെക്കുറിച്ചാണ് ഓർത്തത്. അവൻ്റെ ജീവിതം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു വിഷമമാണ്, അത് മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ വിഷമമാകും. അവരൊന്നിച്ച് ജീവിക്കുന്നത് തന്നെയായിരുന്നു നല്ലതെന്നൊക്കെ പറയും. അതെന്നെ ചെയ്യാനാ, ആ പെണ്ണ് അവനെ ഒന്ന് സ്നേഹിക്കണ്ടേ, അവനെ സ്നേഹിച്ചിരുന്ന ഇരട്ടി സ്നേഹം അവന് കൊടുക്കാൻ അറിയാവുന്നവനാ, അതുകൊണ്ടല്ലേ ഇപ്പോൾ അവൻ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നതൊക്കെ ചോദിക്കും. അത് നമ്മൾ എത്രയെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും അവർ രണ്ടുപേരും അതിന് സത്യാവസ്ഥ പറയത്തില്ല. എനിക്ക് നന്ദുവിനെ അനിയെ അങ്ങനെ മറക്കാനൊന്നും പറ്റുന്ന സ്ഥിതിയിലല്ല എന്നൊക്കെ പറയുന്നുണ്ട് നയന. അന്നേരം ആദർശ് പറയും, എന്തായാലും ഇവർ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യണം, അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.